السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. نحمده ونصلي ونسلم على رسوله الكريم. أما بعد. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് വെള്ളിയാഴ്ച. ഏറ്റവും ശ്രേഷ്ഠമായ ദിവസവും അതുപോലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ മാസവും ഒരുമിച്ച് വരുന്ന മണിക്കൂറുകളാണ് നമുക്ക് മുമ്പിലുള്ളത്. അതിൻ്റെ പരമാവധി മുതലെടുക്കാൻ വേണ്ടി നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ജുമുഅ ദിവസം നമുക്ക് ശ്രദ്ധിക്കേണ്ട അമലുകളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് സുന്നത്തുകൾ ആ ദിവസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിലേറ്റവും ആദ്യത്തേത് ജുമുഅക്ക് വേണ്ടി കുളിക്കുക എന്നതാണ്. കുളി നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മമായിരിക്കും. അതിന് നമ്മൾ ജുമുഅക്ക് വേണ്ടിയാണ് കുളിക്കുന്നത് എന്നുള്ള നിയ്യത്ത് കൂടി ചെയ്യുകയാണെങ്കിൽ അത് വളരെയധികം പ്രതിഫലമുള്ള ഒരു അമലായി മാറുന്നതാണ്. സുദീർഘമായൊരു ഹദീസിൽ, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്നത്തെ ദിവസം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. ഒന്നാമത് കുളിക്കണമെന്ന് പറഞ്ഞു. വയതതഹറു മസ്തതാഅ മിൻ തുഹ്രിൻ, ഏതൊക്കെ രീതിയിൽ അവന് ശാരീരികമായി മാനസികമായൊക്കെ ശുദ്ധി കൈവരിക്കാൻ കഴിയുമോ ആ രീതിയിലെല്ലാം അവൻ ശുദ്ധി കൈവരിക്കണം. നഖം വെട്ടുക പോലെയുള്ള പ്രകൃതിപരമായ ഒരു മനുഷ്യൻ ശുദ്ധിയാകാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുമോ അതെല്ലാം ചെയ്യണം. വയദ്ദഹിനു മിൻ ദുഹ്നിഹി ഔ യമസ്സു മിൻ ത്വയ്ബി ബൈതിഹി, ഒന്നുകിൽ അവൻ എണ്ണ തേക്കണം, അല്ലെങ്കിൽ സുഗന്ധങ്ങൾ അവൻ ഉപയോഗിക്കണം. സുമ്മ യഖ്റുജു ഫലാ യുഫ്രിഖു ബൈന ഇസ്നൈൻ, എന്നിട്ട് പള്ളിയിലേക്ക് അവൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ, പള്ളിയിലെത്തിക്കഴിഞ്ഞാൽ അവൻ മുമ്പത്തെ സുഫിലേക്ക് പോവുകയാണെങ്കിൽ രണ്ടാൾക്കാരുടെ ഇടയിൽ അവൻ വകഞ്ഞു മാറ്റിക്കൊണ്ട് അവരെ എടുത്തു ചാടിക്കൊണ്ട് പോകരുത് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അത് മറ്റു പല ഹദീസുകളിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. മുമ്പിൽ ഒരു ഒഴിവുണ്ടെങ്കിൽ അവിടേക്ക് നമ്മൾ പോകുമ്പോൾ ആ സൊഫിലുള്ള ആളുകളെ തൊട്ട് അവരിൽ നിന്നും സ്ഥലം വാങ്ങിയെടുത്തതിന് ശേഷമായിരിക്കണം പോകേണ്ടത്. അവരുടെ ചുമലുകൾക്ക് മുകളിലൂടെ ചാടിക്കടന്നു പോകരുതെന്ന് പല ഹദീസുകളിലും നമുക്ക് കാണുവാൻ സാധിക്കും. സുമ്മ യുസല്ലി മാ കുതിബ ലഹു, എന്നിട്ട് പള്ളിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉടനെ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കണം. ആ സുന്നത്ത്, അത് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുന്നതിലൂടെ തഹിയ്യത്തുൽ മസ്ജിദിൻ്റെയും വുളൂവിന് ശേഷമുള്ള സുന്നത്തിൻ്റെയും, ഇങ്ങനെ 2 സുന്നത്തുകളുടെയും പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. സുമ്മ യുൻസിതു ഇദാ തകല്ലമൽ ഇമാമു, അതിനുശേഷം ഇമാമ് ഖുതുബയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ ഖുതുബ ശ്രവിച്ചുകൊണ്ടിരിക്കുകയും പരസ്പരം സംസാരിക്കാതിരിക്കുകയും ചെയ്യണം. ഇങ്ങനെയൊക്കെ ഒരാൾ ചെയ്യുകയാണെങ്കിൽ ഗുഫിറ ലഹു മാ ബൈനഹു വ ബൈനൽ ജുമുഅത്തിൽ ഉഖ്റ, ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ അവൻ എന്തൊക്കെ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടോ, തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി. അതുപോലെ തന്നെ പള്ളിയിലേക്ക് ആദ്യം വരുന്നവർക്ക് വളരെ വലിയ പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയിച്ചു തന്നിട്ടുണ്ട്. അതിലേറ്റവും ആദ്യമെത്തുന്ന കൂട്ടം ആളുകൾക്ക് അവർക്ക് ഒരു ഒട്ടകത്തെ അറുത്ത് അതിനെ സ്വതക്ക ചെയ്ത കൂലി ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി. പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വരുന്നവർക്ക് ഒരു മാടിനെ അഥവാ മാടിനെ അറുത്തുകൊണ്ട് അതിനെ സ്വതക്ക ചെയ്ത് കൂലി ലഭിക്കുമെന്നും, അതിനുശേഷം വരുന്നവർക്ക് ആടിനെ അറുത്തുകൊണ്ട് സ്വതക്ക ചെയ്ത് കൂലി ലഭിക്കുമെന്നും, പിന്നീട് വരുന്ന ആളുകൾക്ക് കോഴിയെ അറുത്തുകൊണ്ട് അതിനെ സ്വതക്ക ചെയ്ത് കൂലി ലഭിക്കുമെന്നും, പിന്നീട് വരുന്ന ആൾക്ക് കോഴിയുടെ മുട്ട അതിനെ സ്വതക്ക ചെയ്ത് കൂലി ലഭിക്കുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി. അഥവാ എത്രത്തോളം ആദ്യം വരുന്നവരും അവസാനത്തിലേക്ക് വരുന്നവരും പ്രതിഫലത്തിൽ
അന്തരമുണ്ടായിരിക്കുമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്തരത്തിൽ ഓരോ കൂട്ടരെയും പ്രത്യേകം എടുത്തു പറയുകയും അവർ തമ്മിലുള്ള പ്രതിഫലത്തിൻ്റെ വിഷയത്തിലുള്ള അന്തരം നമുക്ക് മനസ്സിലാക്കി തരികയും ചെയ്തത്. അങ്ങനെ ഇമാമ് ഖുതുബയിലേക്ക് പ്രവേശിച്ചതിന് ശേഷം പിന്നീട് ആരെങ്കിലും വരികയാണെങ്കിൽ ഈ വരുന്നവരെയൊക്കെ ആദ്യം വരുന്നവർ മലക്കുകൾ പള്ളികളുടെ കവാടങ്ങളിൽ നിന്ന് അവരുടെ പേരുകൾ പ്രത്യേകമായി രേഖപ്പെടുത്തുമെന്നും ഇമാമ് ഖുതുബയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ മലക്കുകൾ ആ ഏടുകൾ മടക്കി വെക്കുകയും അവരെ ഖുതുബ ശ്രവിക്കാൻ വേണ്ടി ഇരിക്കുകയും ചെയ്യുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ട്. അതുപോലെ തന്നെ ജുമാഅയുടെ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും ദുആ സ്വീകരിക്കുന്ന ഒരു സമയമുണ്ട്. അതുകൊണ്ട് ജുമാഅയുടെ ദിവസം നിങ്ങൾ കൂടുതലായി ദുആ ചെയ്യണമെന്നും നമസ്കാരത്തിന് ശേഷമുള്ള ദുആകളിൽ ശ്രദ്ധ പുലർത്തണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി. അതിൽ ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്. ആ ഹദീസുകളിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം അത് അസ്റിന് ശേഷമുള്ള സമയമാണെന്നാണ്. അതുകൊണ്ട് അസ്റിന് ശേഷമുള്ള സമയം ജുമാഅയുടെ ദിവസങ്ങളിൽ കൂടുതലായി ദുആ ശ്രദ്ധിക്കണമെന്ന് മുഹദ്ദിസീങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ജുമാ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഹദീസിലാണ് ഫഅക്സിറു അലയ്യ മിനസ്സലാത്തി ഫീഹി. അതുകൊണ്ട് ആ ദിവസത്തിൽ നിങ്ങൾ എൻ്റെ മേലുള്ള സ്വലാത്തിനെ അധികരിപ്പിക്കണം. ഫഇന്ന സ്വലാത്തകും മഅറൂദത്തുൻ അലയ്യ. കാരണം ജുമാ ദിവസം നിങ്ങൾ എൻ്റെ മേൽ ചൊല്ലുന്ന സ്വലാത്ത് അത് എനിക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി. അതുപോലെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നത് സുന്നത്തായ കാര്യമാണ്. മൻ ഹഫിള 10 ആയാത്തിൻ മിൻ അവ്വലി സൂറത്തുൽ കഹ്ഫി ഉസ്മ മിന ദജ്ജാൽ. ആരെങ്കിലും സൂറത്തുൽ കഹ്ഫിൻ്റെ ആദ്യത്തെ 10 ആയത്തുകൾ ഹിഫ്ള് ചെയ്യുകയാണെങ്കിൽ, മനനം ചെയ്യുകയാണെങ്കിൽ അവന് ദജ്ജാലിൽ നിന്നുള്ള സംരക്ഷണം ഉണ്ടായിരിക്കുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സുന്നത്തുകളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ഈ ജുമാ ദിവസത്തെ പൂർത്തിയാക്കാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളെയും അല്ലാഹു പരിപൂർണമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാൻ നമ്മിൽ നിന്ന് പോകുമ്പോൾ അതുകൊണ്ട് മുതലെടുത്ത ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.